ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് 8 എടുത്തിട്ടുള്ളത്. വലിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 മതിയാവും. പിന്നെ ഓരോരുത്തർക്കും എത്രയാണോ പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള കിഴങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയെടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഈ ഒരു കിഴങ്ങിനനുസരിച്ചുള്ള അളവാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് എടുക്കുന്നത്. ഇനി ഈ ഒരു കിഴങ്ങ് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു കിഴങ്ങ് തോലോട് കൂടി തന്നെ നല്ല പോലെ കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നല്ല പോലെ വെന്തതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഇതൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള സബോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സബോളയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടി 2 പച്ചമുളക് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ മുളക് പൊടിയുടെയൊക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയാണ് ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഗോതമ്പ് പൊടി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു കിഴങ്ങും ആ ഒരു പൊടികളും അതിൻ്റെ ഉള്ളിയും എല്ലാം കൂടെ ഈ ഒരു ഗോതമ്പ് പൊടിയായിട്ട് നന്നായിട്ടൊന്ന് കൈവച്ച് ആദ്യം യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്താൽ മതി. എന്നാലേ ആ ഒരു ഉപ്പും എരിവും എല്ലാം ഒരുപോലെ ആയി കിട്ടുള്ളൂ. കിഴങ്ങിൻ്റെ ആ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. ആദ്യമേ കൂട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടൂല. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 250 ml കപ്പിൻ്റെ അളവിൽ 1/2 കപ്പ് വെള്ളമാണ്. മാവ് ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കുകയും ചെയ്യരുത്, എന്നാൽ നല്ല ലൂസാവുകയും ചെയ്യരുത്. നമ്മുടെ കയ്യിൽ മാവ് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലായിരിക്കണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത്രയും മതി. ഇപ്പം ഞാനിവിടെ നല്ല പോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് തടവിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ കൈകൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ പരന്ന ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ ഉള്ളൊക്കെ നല്ല പോലെ വെന്ത് കിട്ടും. ഗോതമ്പ് പൊടിയും കൂടെ ഉള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ അകമൊക്കെ വെന്ത് കിട്ടും. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പലഹാരമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ മാവിലും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ല പോലെ ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ 3 മാത്രം ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. തമ്മിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണം ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കുറച്ച് സമയം വേവാനായിട്ട് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടേ വേവിച്ചെടുക്കാവുള്ളൂ. എന്നാലാണ് അകം നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു പലഹാരത്തിൻ്റെ ഒരു ഭാഗം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് നമ്മുടെ പലഹാരം കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ഇതേപോലെ തന്നെ മുഴുവൻ മാവിലും ഞാനിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.